വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ ഇന്നർ തൈ ഡാർക്ക്നെസ് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ലാസ്റ്റ് ടൈം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ച ഒരു കാര്യമാണ്. ലാസ്റ്റ് വീഡിയോയിലും അതിൻ്റെ കുറച്ച് മുന്നാലത്തെ എൻ്റെ വീഡിയോസിലും കുറച്ച് പേര് ഇതാണ് മെയിനായിട്ട് ചോദിച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി നമ്മുടെ ഒരു ചെറിയ ചാനലാണ്, കുറച്ച് പേര് ചോദിച്ചാലും നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതന്നെ ആക്കാം എന്നുള്ളത്. അത് ആർക്കെങ്കിലും ഹെൽപ്പ് ആവണമെങ്കിൽ ഹെൽപ്പ് ആവട്ടെ. ആൻഡ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും. ആൻഡ് അതല്ലാതെ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി നേരെ എടുത്ത ഉടനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹോം റെമഡീസിലോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കതിൻ്റെ കാരണങ്ങൾ ആദ്യമായിട്ട് അറിയണം അല്ലേ? കാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് അതിന് പ്രോപ്പറായിട്ടുള്ള റെമഡി ചെയ്യാൻ പറ്റുക. സോ ഇന്നർ തൈസ് ഡാർക്ക്നെസ് മെയിനായിട്ട് വരാനുള്ള കാരണമാണ് ഫ്രിക്ഷൻ, ഷേഫിംഗ് എന്നൊക്കെ പറയും. രണ്ട് തുടകളും തമ്മിൽ കൂട്ടി ഉരയ്ക്കുന്ന സമയത്താണ് ഈ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നതും അതിന് ഓപ്പോസിറ്റായിട്ട് മെലനിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നതും. ഓൾറെഡി അവിടുത്തെ സ്പേസ് എന്ന് പറയുന്നത് എയർ ഫ്ലോ ഒന്നും ഇല്ലാതെ അത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഓൾറെഡി അണ്ടർ ഗാർമെൻറ്റ്സ് ഇടും, അതിന് മുകളിലൊരു ജീൻസ് ഇടും, ആൻഡ് നല്ലൊരു ടോപ്പും ഉണ്ടായിരിക്കും. സോ എയർ ഫ്ലോ ഒന്നും തീരില്ലാത്ത സ്ഥലമാണ്. സോ ഇറ്റ് കീപ് സ്വെറ്റിംഗ്. സോ സ്വെറ്റിങ്ങും ഉണ്ടാവും, ഈ ഫ്രിക്ഷനും ഉണ്ടാവും. നടക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ പ്രാവശ്യവും ഈ ഫ്രിക്ഷൻ ഓൾമോസ്റ്റ് എവറി ടൈം നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഈ ഫ്രിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിൻ കാരണം. ഇറ്റ്സ് കോൾഡ് എ ഷേഫിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നർ തൈസ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ തൈസ് പൊതുവെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ ഏറ്റവും കൂടുതൽ ഹിപ്സിൻ്റെ ഏരിയസിലും ഇന്നർ തൈസിൻ്റെ ഏരിയസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാലൊക്കെ ചിലപ്പോൾ താഴത്തോടുള്ള കാലൊക്കെ ചിലപ്പോൾ കുറച്ച് നല്ല തിന്നായിരിക്കും. പക്ഷേ ഇന്നർ തൈസിൻ്റെ ഭാഗം ഒരുപാട് ഫാറ്റ് ഡെപ്പോസിഷൻ കൊണ്ട് നല്ല ബൾക്കി ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ കുറയ്ക്കാൻ നോക്കുക. നല്ലതായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ് ചെയ്യുക, സ്ട്രെച്ചിങ് എക്സസൈസ്, കാലി സ്പ്ലിറ്റപ്സ് മാതിരി എക്സസൈസ് ചെയ്യുക. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സസൈസസ് നമ്മൾ ഇന്നർ തൈസിന് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്നർ തൈസ് ഒന്ന് ചെറുതായിട്ട് ടോൺ ചെയ്യാൻ. ഞാൻ ഒരുപാട് കുറയ്ക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ഒന്ന് ടോൺ ചെയ്യാം. അത് നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് ഒരുപാട് ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ഇത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് തിങ്, ഈ ഒരു കോസ്റ്റ് കുറച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള റെമഡീസ് ചെയ്തിട്ട്, അതിപ്പം ടോപ്പിക്കൽ ക്രീംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോം റെമഡീസ് ആയിക്കോട്ടെ, എന്ത് ട്രീറ്റ്മെൻറ്റും ആയിക്കോട്ടെ, അതായത് ലേസേഴ്സ് എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആവുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ഫ്രിക്ഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് തിരിച്ച് വന്നുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ലോജിക്. സോ അത് നിങ്ങൾ കുറയ്ക്കാൻ നോക്കുക. നല്ല ഇന്നർ തൈസ് നന്നായിട്ട് ബൾക്കി ആയിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അത് നന്നായിട്ട്, നിങ്ങൾക്ക് ഇന്നർ തൈസ് ഡാർക്ക്നെസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യം ഈ ഒരു സംഭവത്തിലാണ്. വർക്ക് ഓൺ റെഡ്യൂസിങ് യുവർ ഇന്നർ തൈസ്. അതാണ് കോസ് നമ്പർ 1. സെക്കൻഡ് കോസ് എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. ചില സമയത്ത് സ്ത്രീകളിലായിക്കോട്ടെ പുരുഷന്മാരിലായിക്കോട്ടെ, പ്യൂബേർട്ടി അറ്റൻഡ് ചെയ്യുന്ന വരെ നിങ്ങളുടെ ഇന്നർ തൈസ് ഒക്കെ വളരെ നമ്മുടെ ബോഡിയുടെ കളറും ഫേസിൻ്റെ കളറൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു പ്യൂബേർട്ടി അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഡിസ്കളറേഷൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. ആ ഒരു ചേഞ്ചസിന് നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ചെറിയ ഇങ്ങനത്തെ ക്രീംസ്, ടോപ്പിക്കൽ അപ്ലിക്കേഷൻസ് വെച്ചൊന്ന് മൈൽഡായിട്ട് നിർത്താനേ പറ്റത്തുള്ളൂ. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ക്യൂർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ലേസേഴ്സ് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകണം. കാരണം പ്യൂബേർട്ടി സമയത്തൊന്നും ആരും ഇതത്രയും എന്താ പറയുക, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മളിത് എപ്പോഴാണ് മൈൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 20 years അല്ലെങ്കിൽ 25 years ഒക്കെ എത്തുന്ന സമയത്താണ് നമുക്കിത് വളരെ പ്രശ്നമായിട്ട് തോന്നുക. എസ്പെഷ്യലി പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എംബാരസിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു ഇന്നർ തൈ ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് ചിലപ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? നമുക്കത് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അതിന് വേണ്ടി ഒരു റെമഡീസ് നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യാൻ പോലും നോക്കത്തില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും നമുക്കിത് കുറയ്ക്കണം, ഇത് കൂടി വരിക എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് നന്നായിട്ട് ഡാർക്കനായിട്ടുണ്ടായിരിക്കും. അപ്പം സോ സെക്കൻഡ് തിങ് ഇസ് ഹോർമോണൽ ചേഞ്ചസ്. അത് നിങ്ങൾക്ക് പ്രിറ്റി മച്ച് ഒരുപാട് നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവും. സോ തേർഡ് കോസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് അല്ലെങ്കിൽ ഇൻപ്രോപ്പർ ഷേവിങ് മെത്തേഡ്സ് ആണ്. അപ്പം ഇന്നർ തൈസ് അല്ലെങ്കിൽ നമ്മുടെ പ്യൂബിക് ഏരിയയിൽ ആൾക്കാർ മോസ്റ്റായിട്ട് ചെയ്യുന്നത് ഒന്ന് ഷേവിങ്, ഒന്ന് വാക്സിങ്, ഒന്ന് യൂസിങ് ഹെയർ റിമൂവൽ ക്രീംസ്. അപ്പോൾ ഇതിലത്തെ മൂന്നാമത്തതിന് പറയുന്നതോട് ഞാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാനതെൻ്റെ കഴിഞ്ഞ വീഡിയോസിലും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഹെയർ റിമൂവൽ ക്രീംസ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അണ്ടർ ആംസിൻ്റെ വീഡിയോസിലും ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അണ്ടർ ആംസ് അല്ലെങ്കിൽ അതിനേക്കാളിലും കുറച്ചും കൂടി സെൻസിറ്റീവ് ഏരിയ ആണ് ഡൗൺ ഡെയർ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഇത്രയും കെമിക്കൽസ് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്രീംസ് അവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് pH ബാലൻസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ആൻഡ് സ്കിന്നിന് ചില സമയത്ത് നമുക്ക് റാഷസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയയിലൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ക്രീംസ് വാങ്ങിച്ചു, അത് ഏത് ക്രീം ആയിക്കോട്ടെ, ഏതൊരു ലക്ഷറി ബ്രാൻഡിൻ്റെ ക്രീമും ആയിക്കോട്ടെ, നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക. സെക്കൻഡ് വൺ ഇസ് വാക്സിങ്. ഒരുപാട് പേര് വാക്സിൻ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ബിക്കിനി ഏരിയയിൽ. അതൊക്കെ വാക്സിൻ ചെയ്യുന്ന സമയത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ അത്രയും ഫോഴ്സ് എടുത്തിട്ടാണ് പുള്ള് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ചില സമയത്തൊക്കെ നമ്മൾ പാർലേഴ്സ് പോയി കഴിഞ്ഞാൽ ഹോട്ട് വാക്സ് ആണ് ആ ഒരു ഏരിയയിൽ വെക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഇത്ര ഹോട്ട് വാക്സ് വെക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് നമ്മളാരും ഈ ആക്ടേഴ്സിനൊക്കെ ഓക്കെ, അതല്ലാത്ത ആൾക്കാർ അവിടെ ഒരു പ്രത്യേകം നിങ്ങൾ വാക്സ് ചെയ്ത് അത്രയും ക്ലീൻ ആക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഐ മീൻ ഹെയർ വൈസ് ആണ് ഞാൻ പറയുന്നത്, ഹെയർ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോ ആൾക്കാരുടെ താല്പര്യമാണ്. അണ്ടർ ആംസിലെ ഹെയർ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, പ്യൂബിക് ഹെയർ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ചില ആൾക്കാർക്ക് ഇന്നർ തൈസിൽ വളരുന്ന ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അത് നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ അതൊരു സേഫർ മെത്തേഡിൽ ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഹെയർ റിമൂവൽ മെത്തേഡ് ഷേവിങ് തന്നെയാണ്. അതല്ലെങ്കിൽ ട്രിമ്മിങ് ആണ്. ട്രിമ്മിങ് ഇന്നർ തൈസിൽ നിങ്ങൾക്ക് ട്രിമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഷേവിങ് തന്നെ ചെയ്താൽ മതി. ട്രിമ്മിങ് നിങ്ങൾ ചെയ്യേണ്ടത് പ്യൂബിക് ഹെയറിലാണ്. പ്യൂബിക് ഹെയർ ഒരിക്കലും നിങ്ങൾ ഷേവ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ട്രിം ചെയ്ത് വെച്ചാൽ മതി. കാരണം ഷേവ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അവിടെ വീണ്ടും ഹെയർ കുറച്ചും കൂടി ഇൻഗ്രോൺ ഹെയർസ് വരാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ പ്യൂബിക് ഹെയറിൻ്റെ കാര്യമല്ല പറയണം, ബട്ട് ജസ്റ്റ് ഇന്നർ തൈസ് വന്നുകൊണ്ട് ചില ആൾക്കാർ അത് റിലേറ്റ് ചെയ്യും ഈ പ്യൂബിക് ഹെയർ ആണോ എന്ന്. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഷേവിങ് ചെയ്യുക. ഇന്നർ തൈസിൽ ഒരു അലോവേര ജെൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഫോമിങ് ബോഡി വാഷസ് ഇട്ടിട്ട് ഒന്ന് മെല്ലെ നമ്മൾ ആ ഡയറക്ഷനിൽ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര ജെല്ലാണ് ഏറ്റവും നല്ലത്. നല്ലൊരു അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നാച്ചുറൽ അലോവേര ജെല്ല് ഉപയോഗിക്കേണ്ട, കാരണം എല്ലാവർക്കും നാച്ചുറൽ അലോവേര ജെൽ ലാറ്റക്സ് ഉണ്ടായിരിക്കും, അത് പല ആൾക്കാർക്ക് അലർജിയാണ്. അപ്പോൾ എല്ലാം നാച്ചുറലാണെന്ന് വിചാരിച്ച് എല്ലാവർക്കും പറ്റണം എന്നില്ല. സോ ജസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അലോവേര ജെൽ വാങ്ങിച്ചാൽ അവിടെ ഷേവിങ്ങിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഇംപ്രോപ്പറായിട്ട് നമ്മൾ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്നർ തൈസ് ഡാർക്കനാവും. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രൊസീജിയർ, ഈ ഒരു ഹെയർ റിമൂവൽ പ്രൊസീജിയർ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്കത് ശരിയാവുന്നുണ്ടോ, ഇത് കാരണമാണോ, നിങ്ങളിപ്പോൾ വാക്സിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും കൊല്ലം വാക്സ് ചെയ്തുകൊണ്ടാണോ എനിക്ക് വന്നതെന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇതിൻ്റെ മുന്നാലെ എനിക്ക് ഉണ്ടായിരുന്നോ, അതോ ഞാൻ ഇത് ചെയ്തതിന് ശേഷം കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു മെത്തേഡിലോട്ട് സ്വാപ്പ് ചെയ്ത് നോക്കുക. നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നാലെ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം അല്ലേ. ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം ആ ഒരു സ്റ്റേജിലോട്ട് എത്താതിരിക്കുകയാണ് നല്ലത്. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാം, ബട്ട് എന്തിന്, നമുക്ക് എത്താതിരിക്കാൻ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് ശ്രമിക്കുക. ഫസ്റ്റ് വൺ ഇസ് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർഗാർമെൻറ്റ്സ് ഇടാതിരിക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളൊരു 100% കോട്ടൺ അണ്ടർഗാർമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. കോട്ടൺ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം കോട്ടൺ അല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വെറ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവിടെ തന്നെ തങ്ങി നിന്നിട്ട് വീണ്ടും അത് ഇൻഫെക്ഷനിലോട്ടൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സോ മാക്സിമം അണ്ടർഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കോട്ടൺ തന്നെ ഉപയോഗിക്കുക. 100% കോട്ടൺ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ്ലി ലേഡീസിന് ഒരു വി ഷേപ്പ് പെർട്ടിക്കുലർ അണ്ടർഗാർമെൻറ്റ്സ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് തൈസ് ഫ്ലാബിയാണ്, ഒരുപാട് തൈല് തിക്നെസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നോർമൽ അണ്ടർഗാർമെൻറ്റ്സ് ഉപേക്ഷിച്ചിട്ട് ബോക്സർ ടൈപ്സ്, നമ്മുടെ ആണുങ്ങൾ ഇടുന്ന ടൈപ്പ് ഒരു അണ്ടർഗാർമെൻറ്റ്സ് ഇപ്പോൾ പെണ്ണുങ്ങൾക്കും വരുന്നുണ്ട്. സോ ലേഡീസിനുള്ള അണ്ടർഗാർമെൻറ്റ്സ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ബോക്സർ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്, ആ ടൈപ്പ് നമ്മളിടാം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാവുന്ന ഒരു ക്ലോത്തും നമ്മുടെ സ്കിന്നും കൂടി ടൈറ്റ് ആയിട്ടുണ്ടാവുന്ന റാഷസ് ഒക്കെ ഒരുപാട് അവോയ്ഡ് ചെയ്യും. കാരണം ഈ റാഷസ് ഉണ്ടാവും തോറും അവിടെ ഹീലിംഗ് നടക്കും. ഹീലിംഗ് ഉണ്ടാകുമ്പോൾ മെലനിൻ ഉണ്ടാവും, വിച്ച് മീൻസ് ഡാർക്ക്നെസ്. സോ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സർ ടൈപ്പ് അണ്ടർഗാർമെൻറ്റ്സിലോട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലൂസ് അണ്ടർഗാർമെൻറ്റ്സ് ഇടുക. ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള റെമഡി വേണമെങ്കിൽ. ആൻഡ് ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേവിങ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളവിടെ ഹെയർ റിമൂവൽ മെത്തേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ സേഫ് ആയിട്ട് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് വാക്സിൻ ആണ് താല്പര്യമെങ്കിൽ ഞാൻ വാക്സിങ്ങിനോട് എല്ലായിടത്തും നോ ഒന്നും പറയുന്നില്ല, പക്ഷെ ചെയ്യുമ്പോൾ പ്രോപ്പർ ഒരു ട്രെയിൻഡ് ആളെടുത്ത് പോയി തന്നെ ചെയ്യുക. ഇനി നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നടത്തം, അങ്ങനെ യോഗ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫിസിക്കലി ഒരുപാട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ഓയിൽ ബേസ് എന്തെങ്കിലും ക്രീം ഇട്ടിട്ട് പോകാൻ നോക്കുക. അതായത് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു വാസ്ലിൻ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും കുറച്ച്
ക്രീംസ് ഇട്ടിട്ട് പോവുക. ഓയിൽ ബേസ്ഡ് ക്രീം, വാസ്ലിൻ തന്നെ ആവണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഓയിൽ ബേസ്ഡ് ക്രീം ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രിക്ഷൻ ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും. ആൻഡ് വിച്ച് വിൽ ഒബ്വിയസ്ലി റിഡ്യൂസ് യുവർ ഡാർക്ക്നെസ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രിവെൻഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇനി നമുക്ക് നേരെ ട്രീറ്റ്മെൻറ്റിലോട്ട്. ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ലേസേഴ്സ് തന്നെയാണ് പറയുക. കാരണം ലേസേഴ്സ് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആണ്. ഭയങ്കരമായിട്ട് ഡാർക്ക് പിഗ്മെൻറ്റഡ് ഇന്നർ തൈസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അത് ടോപ്പിക്കൽ ക്രീംസോ അല്ലെങ്കിൽ ഹോം റെമഡീസോ കൊണ്ട് മാത്രം പോകണമെന്നില്ല. ലേസേഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ആൻഡ് കുറേ സെഷൻസും ചിലപ്പോൾ നിങ്ങൾ പോകേണ്ടി വരും. ബട്ട് എന്നാലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 90% അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും. വേറെ നമ്മൾ ഈ ടോപ്പിക്കൽ ക്രീംസ് അല്ലെങ്കിൽ ഹോം റെമഡീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഡാർക്ക്നെസ് നിങ്ങൾ ഒരുപാട് ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് അപ്പ് സം മണി ആൻഡ് ഗോ ഗെറ്റ് യുവർ ലേസേഴ്സ് ഡൺ. കാരണം അത് മാത്രമേ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ക്യൂർ ഇതിന് തരാൻ പറ്റത്തുള്ളൂ. ഇനി വളരെ ചെറിയ രീതിയിലാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ ഡാർക്ക്നെസ് എങ്കിൽ അത് നിങ്ങൾക്ക് ടോപ്പിക്കൽ ക്രീംസ് അല്ലെങ്കിൽ ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കുറയുന്നതായിരിക്കും. നമ്മുടെ സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒബ്വിയസ്ലി ടോപ്പിക്കൽ ക്രീംസ് ആണ്. അപ്പോൾ ഞാനൊരു പ്രോപ്പർ മോർണിംഗ് ആൻഡ് നൈറ്റ് റൂട്ടീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന 2 സീറം ആൽഫ ആർബുറ്റിൻ ആൻഡ് നൈസിനമൈഡ് കോമ്പിനേഷൻ ആണ്. ഞാൻ ചുമ്മാ 2 ബ്രാൻഡ് കാണിച്ചു എന്നേ ഉള്ളൂ. ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ 2 എണ്ണത്തിൽ വെച്ചിട്ട് എനിക്ക് ഡീകൺസ്ട്രക്റ്റഡിനെയാണ് കുറച്ചും കൂടി ഇഷ്ടം. കാരണം പ്രോപ്പർ ആയിട്ടുള്ള പെർസെൻറ്റേജ് എല്ലാം ക്ലിയർ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിത് കുളിച്ചതിന് ശേഷം ആ ഒരു ഏരിയ നന്നായിട്ട് പാഡ് ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു 5 to 6 ഡ്രോപ്സ് നമ്മൾ നേരിട്ട് ആ ഒരു ഭാഗത്ത് ഒറ്റിച്ചു കൊടുക്കുക. വെറുതെ കയ്യിലെടുത്തിട്ട് പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ആ ഭാഗത്തോട്ട് ഒരു 5 to 6 ഡ്രോപ്സ് ഒഴിക്കുക. നന്നായിട്ട് ഡാബ് ചെയ്യുക. ഒരു 5 minutes വെയിറ്റ് ചെയ്ത് ഒന്ന് അബ്സോർബ് ആവട്ടെ. എന്നിട്ട് ഈ ഒരു അലോവേര ജെൽ നമുക്ക് എഗെയിൻ സൈഡിൽ മൊത്തമായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എഗെയിൻ ഒരു 5 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് പുറത്തോട്ട് പോകാം. തിരിച്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് സെയിം റുട്ടീൻ ഫോളോ ചെയ്യാം. നിങ്ങൾ ബോഡി വാഷ് എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു ഏരിയ എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം, പാഡ് ഡ്രൈ ചെയ്തിട്ട് വേണം ഈ ഒരു അപ്ലിക്കേഷൻ വീണ്ടും ചെയ്യാൻ. ഒരിക്കലും സ്വെറ്റ് ചെയ്യാനുള്ള ഏരിയയിൽ നിങ്ങളിതൊന്നും അപ്ലൈ ചെയ്യരുത്, ഒരു ഉപയോഗം ഉണ്ടാവില്ല. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ മോർണിംഗ് ആൻഡ് നൈറ്റ് റുട്ടീൻ. ഇനി നമുക്ക് വീക്ക്ലി ട്വൈസ് ഒരു ഇടവിട്ട്, ഇപ്പോൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ഇനി ഒരു ദിവസം ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് വീക്ക്ലി എക്സ്ഫോലിയേഷൻ 2 പ്രാവശ്യം ചെയ്യാം. ഞാനിവിടെ 3 പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ട്. 3 എണ്ണം എക്സ്ഫോലിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരെണ്ണം ക്രീം ബേസ്ഡ് ആണ്, ബാക്കി 2 എണ്ണം വാട്ടർ ബേസ്ഡ് ആണ്. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്ത് കംഫർട്ടബിൾ ആണെന്ന്. ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് തന്നെയാണ്. കാരണം അത് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് ക്രീം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ വാട്ടർ ബേസ്ഡ് നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ ഒരു കോട്ടൺ പാഡിൽ കുറച്ചെടുത്തതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള ഇന്നതൈസ് ഏരിയ, ആ ഏരിയയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 minutes ഇത് വെക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇത് ശരിക്കും ലീവ് ഓൺ സ്പ്രേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ഇനീഷ്യലി അത് വേണ്ട. ഇനീഷ്യലി നിങ്ങൾ വാഷ് ഓഫ് ചെയ്ത് കളയൂ. ഇനി ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങളുടെ ബോഡിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ 1 or 2 hours അവിടെ ലീവ് ചെയ്തോളൂ. ഈവൻ ഒരു 4 to 5 hours ലീവ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് വളരെ മൈൽഡാണ്. ബട്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് വേണം എപ്പോഴും ലീവ് ഓൺ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് ദറ്റ് അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ കാണിച്ച ക്രീംസ് അല്ലാതെ ഒരുപാട് ക്രീംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബോത്ത് എക്സ്ഫോലിയേറ്റിംഗ് ആൻഡ് ലൈറ്റനിങ് ക്രീംസ്, ഇതുപോലെ ഡിമെലൻ ക്രീം, 5% ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷൻ, ഇതൊക്കെ നമ്മുടെ ഇന്നർ തൈസ് ഡാർക്ക്നെസ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ക്രീംസ് തന്നെയാണ്. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് 1 or 2 എക്സ്ഫോലിയേറ്റിംഗ് ക്രീംസ് അല്ലെങ്കിൽ ടോണേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. 1 or 2 ബ്രൈറ്റനിങ് ഏജൻസി ആവശ്യമുള്ളൂ. അതും എല്ലാം കൂടി ഒരേ ടൈമിലല്ല, ഒന്ന് മോർണിംഗ് ആണെങ്കിൽ ഒന്ന് നൈറ്റ്, അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആൻഡ് എപ്പോഴും ആക്റ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്നൊക്കെയാണ് ആക്റ്റീവ്സ്. ഈ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ, ഇതിൻ്റെ പേരാണ് ആക്റ്റീവ്സ്. സോ ആക്റ്റീവ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ചെറിയ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എല്ലാവർക്കും ആക്റ്റീവ്സ് പെട്ടെന്ന് എടുത്ത ഉടനെ വലിയൊരു കോമ്പിനേഷനിൽ ട്രൈ ചെയ്ത സമയത്ത് റാഷസും എക്സിമയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക. എപ്പോഴും ചെറിയ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു 3 to 4 months ഇത് ഉപയോഗിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. നമ്മുടെ ഇന്നത്തെ ഡാർക്ക്നെസ് ഒരു കാരണം കൂടെ കൊണ്ടുവരാം. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. നിങ്ങളുടെ കഴുത്തിന് ചുറ്റും ഒരു വെൽവെറ്റി ഡാർക്ക് പാച്ച് ഉണ്ടെങ്കിൽ, ഈവൻ അണ്ടർ ആംസിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അതുകൊണ്ടായിരിക്കാം. സോ ഈ ഒരു കോസ് ഉറപ്പായിട്ട് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. കാരണം ഇത് ജസ്റ്റ് ടോപ്പിക്കൽ ക്രീംസ് അപ്ലിക്കേഷൻസ് കൊണ്ട് മാറാവുന്ന ഒരു കാരണമല്ല. പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക, വെയിറ്റ് റിഡക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടേ മാത്രം മാറത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ രീതിയിലൊരു ഡാർക്ക്നെസ് ആണ് നിങ്ങളുടെ ഇന്നർ തൈസിലുള്ളതെങ്കിൽ ജസ്റ്റ് വിത്ത് ടോപ്പിക്കൽ ക്രീംസ് ഇത് പോകണമെന്നില്ല. ഉറപ്പായിട്ടും നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അവർ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡ് ലൈൻസ് ഇതിനെപ്പറ്റി തരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ഷ്യൂർലി ഹെൽപ്പ് യു ഔട്ട്.
ഇനി നമ്മുടെ ലാസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹോം റെമഡീസ് ആണ്. ഞാൻ ഓൾറെഡി നമ്മൾ മുന്നാലെ ഇട്ട വീഡിയോ അൺഡ്രാംസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് എന്തൊക്കെ ഹോം റെമഡീസ് അൺഡ്രാംസിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സെയിം ഹോം റെമഡീസ് നിങ്ങൾക്ക് ഇന്നർ തൈസിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ ഭയങ്കര ബോറടിക്കും. ആ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ ആൾക്കാർ ഇങ്ങനെ ബേക്കിംഗ് സോഡ, ലെമൺ, ബ്ലീച്ച് ചെയ്യുന്നത് അവിടെ ലൈറ്റൺ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ദയവ് ഇതൊന്നും ചെയ്യാതെ. പിന്നെ ഷുഗർ സ്ക്രബ് അതൊന്നും ആ ഭാഗത്തോടൊന്നും തൊടാനേ പാടില്ല. നമ്മൾ ഓൾറെഡി എക്സ്ഫോലിയേഷനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസിൻ്റെ ഒരു സ്ക്രബ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മൈൽഡായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അത് അത്രയും പൊടിച്ച് ബേസിനായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടാവുക. അതല്ലാതെ വേറൊന്നും ആ ഒരു ഏരിയയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. സോ ഷുഗർ സ്ക്രബ്, കോഫി സ്ക്രബ്സ്, പിന്നെ ബ്ലീച്ച്, ബേക്കിംഗ് സോഡ, ലെമൺ, അങ്ങനെ കുറച്ച് ഹാർഷായിട്ടുള്ള സോ കോൾഡ് നാച്ചുറൽ എന്ന് പറയുന്ന സാധനങ്ങളും ആ ഭാഗത്തോട്ട് അവോയ്ഡ് ചെയ്യാം. വീഡിയോ ഓൾമോസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഐ തിങ്ക് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നാലെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നർ തൈ ഡാർക്ക്നെസ് അല്ലെങ്കിൽ അണ്ടർ ആം ഡാർക്ക്നെസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊരുപാട് എംബാരസ് ചെയ്യാനുള്ളതോ ഒരുപാട് എന്താ പറയുക അയ്യോ ഷെയിം ആവാനുള്ളൊരു കാര്യമല്ല. സോ യു ഡോണ്ട് ഹാവ് ടു ബി ashamed of it. അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആൻഡ് അടുത്തതായിട്ട് എന്തെങ്കിലും ഞാൻ വീഡിയോ പെർട്ടിക്കുലർ ആയിട്ട് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.